യൂത്ത് കോൺഗ്രസ്സുകാർ വലിയ രീതിയിൽ ഫണ്ട് പിരിച്ചു എന്നാണ് പറഞ്ഞത്. ഡിവൈഎഫ്ഐക്കാർ ഫണ്ട് പിരിവിനേക്കാൾ വിവിധ രീതിയിലുള്ള കായികാധ്വാനം ഉൾപ്പെടെ നടത്തി അതിൽ നിന്നും സ്വരൂപിച്ച പണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. അവർ 20 കോടി റുപ്യ ഇതിനകം തന്നെ നൽകി ഗവൺമെൻറ്റിന്. എന്നാൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ പിരിച്ച പണം എത്രയാണ് എന്നുള്ളതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവസാനം വരെ 1 കോടി റുപ്യ പിരിച്ചു എന്നാണ്. ആ 1 കോടി റുപ്യ KPCC കൊടുത്തു എന്നാണ്. പക്ഷേ KPCCയും യൂത്ത് കോൺഗ്രസും വീടുണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് തന്നെയാണ് ജനങ്ങൾ കാണുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ ജനങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ്. ഗവൺമെൻറ്റിന് ഫണ്ട് കൊടുക്കാൻ പാടില്ല എന്നും ഞങ്ങൾ തന്നെ ഫണ്ട് പിരിച്ച് വീടുണ്ടാക്കി കൊടുക്കുമെന്നും പരസ്യമായി പ്രഖ്യാപിച്ച് ഫണ്ടും പിരിച്ച് അതിൻ്റെ തുക എത്രയാണെന്നോ എത്ര വീടാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതോ നേരത്തെ പറഞ്ഞ 230ൻ്റെ ഒരു കൊട്ടക്കണക്ക് പറഞ്ഞു എന്നല്ലാതെ കൃത്യതയോടുകൂടി ഒരു കാര്യവും പറയാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുനരധിവാസ പ്രവർത്തനം വിഭാഗീയമായ രീതിയിൽ കൊണ്ടുപോയി ഞങ്ങൾ ഒറ്റക്ക് ഫണ്ട് പിരിക്കുമെന്ന് പറഞ്ഞ് ഫണ്ടും പിരിച്ച് അത് ജോയിൻ്റ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ജോയിൻ്റ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടില്ല. ഇപ്പോൾ അവസാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചുരുക്കം സ്ഥലം മാത്രം വാങ്ങി എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത് വീടിൻ്റെ ഒരു പണിയും അവരാരംഭിച്ചിട്ടില്ല എന്നുള്ള സ്ഥിതി വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഗവൺമെൻറ് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് നിർത്തുന്നതിൻ്റെ ഒപ്പം ഈ ദുരിതബാധിതരെയും ഒപ്പം ചേർത്ത് നിർത്തി 451 വീടുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വീട് ആവശ്യപ്പെട്ട എല്ലാവർക്കുമുള്ള വീട് ഇവിടെ ഒരുങ്ങും. ആശുപത്രി, പൊതു ഇടങ്ങൾ, പാർക്കിംഗ് സൗകര്യം, അതുപോലെ കുട്ടികൾക്കെല്ലാം കളിക്കാനുള്ള പാർക്ക്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ മാതൃകാ ടൗൺഷിപ്പ് ലോകത്ത് തന്നെ അപൂർവമായ ഒന്നാണ്. അതേപോലെ ഇവർക്ക് വീടില്ലാത്ത ആളുകൾക്ക് വീട് താമസിക്കുന്നതിന് വേണ്ടി വാടക ഗവൺമെൻറ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഉപജീവനത്തിന് പ്രത്യേക സഹായം ഇപ്പോൾ നൽകുകയാണ്. കുടുംബശ്രീ വഴി വിപുലമായ മറ്റ് പദ്ധതികളും ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് കോടതി വരെ ശക്തിയായിട്ട് ഇടപെട്ട ഈ ദുരന്ത ബാധിതരുടെ കടം എഴുതിത്തള്ളണം എന്നുള്ള കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനോട് കോടതി തന്നെ പറഞ്ഞു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് എഴുതിത്തള്ളുന്ന നിലപാട് ഇതേവരെ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് സത്യം. സംസ്ഥാന സർക്കാർ തന്നെ 555 പേരുടെ 18.75 കോടി രൂപയുടെ കടം ഇതിനകം എഴുതിത്തള്ളിയിട്ടുണ്ട്. കേന്ദ്രം അവഗണിക്കുകയും കേരളം അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം.